ട്രേഡിംഗ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും കാൻഡിൽ സിക്സ് പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് ഈ കാൻഡിൽ സിക്സ് ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പല ടൈം ഫ്രെയിമിലുള്ള പല മൂവ്മെന്റ്സും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചാർട്ട് നോക്കിയ സമയത്ത് ഇത് 5 മിനിറ്റിൽ ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണെന്നുള്ളത്. ഈ ഒരു ക്യാൻഡിൽസ് ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പാർട്ട് ഉണ്ടാവും ഒരു ക്യാൻഡിലിൽ. ഒന്നെന്ന് പറയുന്നത് ഇത്തിരി കട്ടിയുള്ള ഒരു ഭാഗം, അതിനെ നമ്മൾ ബോഡി എന്ന് പറയും. അതുപോലെ ജസ്റ്റ് ഒരു ലൈൻ ആയിട്ടുള്ള ഭാഗം, അതിനെ നമ്മൾ വിക്ക് എന്ന് പറയും. അപ്പം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സൈക്കോളജി അനുസരിച്ച് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു 5 മിനിറ്റിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് ആണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ആ ഒരു 5 മിനിറ്റിൽ ആ ക്യാൻഡിലിന്റെ പ്രൈസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കണമെന്നത് ഇതാണ്. അപ്പം ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത പോയിന്റ് ആണ് ഈ ഒരു ബോഡിയുടെ ഏറ്റവും താഴ്ഭാഗം. അപ്പോൾ ഇവിടെ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ താഴത്തേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതാണ് ഏറ്റവും ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് ബുള്ളിഷിന്റെ. ഇതിന്റെ ക്ലോസ് ഈ ഒരു 5 മിനിറ്റ് കഴിയാറായപ്പോൾ ഈ പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് എന്താണ്, എവിടെ വരെ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ ക്ലോസ് പ്രൈസ് എന്ന് പറയും. ഈ ബോഡിയുടെ ടോപ്പ് സൈഡ് ആണ് ക്ലോസ് ആയിട്ട് വരുന്നുണ്ടാവുക. ബെയറിഷ് ക്യാൻഡിൽ നേരെ ഡിഫറൻ്റ് ആണ്. നമുക്ക് ഇവിടെ ഇത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ ഇത് ക്ലോസ് ആയിരിക്കും. ഇവിടെ ഇത് ബുള്ളിഷ് ക്യാൻഡിൽ ഇത് ഓപ്പൺ അല്ല, ഇത് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ ഈ ഭാഗമായിരിക്കും ഓപ്പൺ ഉണ്ടാവുക. പിന്നെ ഈ കാണുന്ന 2 വിക്കിന്റെ എൻഡ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്ക് എത്ര വരെ താഴത്തേക്ക് വന്നു, ഏത് വരെ മേലേക്ക് പോയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു വിക്കിന്റെ ടോപ്പ് എൻഡ് ഈ ഒരു ടോപ്പ് ഭാഗം എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ഹൈയും ഈ പറയുന്നത് ആ പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ലോ പോയിന്റുമാണ്. അപ്പം ലോയും ഹൈയും 2 ക്യാൻഡിലും സെയിം ആയിരിക്കും. ഓപ്പണും ക്ലോസും മാത്രമായിരിക്കും ഡിഫറൻറ്റ് ഉണ്ടാവുക. ബുള്ളിഷ് ക്യാൻഡിലിലെ ഓപ്പൺ എന്ന് പറയുന്നത് ബോഡിയുടെ താഴത്തായിരിക്കും, ക്ലോസ് എന്ന് പറയുന്നത് ബോഡിയുടെ മേലെ ആയിരിക്കും. ബെയറിഷ് ക്യാൻഡിലെ ഓപ്പൺ എന്ന് പറയുന്നത് ബോഡിയുടെ മേലെ ആയിരിക്കും, ക്ലോസ് എന്ന് പറയുന്നത് ബോഡിയുടെ താഴെ ആയിരിക്കും.